പതിവ് പോലെ വൈകുന്നേരം ദേവൂട്ടിയും കൂട്ടുകാരും കൂടി മുത്തശ്ശി മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കളിക്കുകയായിരുന്നു. അച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ കള്ളക്കളിയാണ് കളിക്കുന്നത്. അയ്യോ, ഞാനങ്ങനെ ചെയ്യോ? ഓ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് ആദ്യം മുതൽ എണ്ണിത്തിരിക്കാം. എന്നാ ഞാൻ എണ്ണും. ശരി. 1 2 3 4 5 6. ആരെനിക്ക് വെള്ളം തന്നു, വെള്ളം ഞാൻ ചെടിക്കൊഴിച്ചു, ചെടി എനിക്ക് പൂവ് തന്നു, പൂവ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു, പട്ടി എന്നെ കടിച്ചു. ബൗ ബൗ ബൗ, കുഞ്ഞുട്ടി പുറത്തായി, കുഞ്ഞുട്ടി പുറത്തായി. അതെങ്ങനാ? നീ കള്ളം പറയാ. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ, അപ്പോഴേക്ക് ഞാനിത് നിന്ന് തീർക്കാം. അമ്പട കേമ തീപ്പട്ടി കോലെ, വരയ്ക്കുമ്പോ കത്തുമ്പോ ചിരിക്കും. ഒന്ന് നിർത്തി പിള്ളേരെ, ആ കിളി പോലും ചിരിക്കുന്നുണ്ടാവും. കുട്ടികളുടെ കുസൃതിയും കുറുമ്പുമെല്ലാം മുത്തശ്ശി മാവിന്റെ ചില്ലയിലിരുന്നു കൊണ്ട് ഒരു മഞ്ഞക്കിളി കാണുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ഒരു കാര്യമേ, കുസൃതി കുരുന്നുകൾ തന്നെ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നാളെ നിങ്ങളും ആ കുട്ടികളെ പോലെ പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും. അതും ഞാൻ കണ്ട് സന്തോഷിക്കും. കുഞ്ഞുട്ടിയും കള്ളക്കളിയാണ്. അമ്പടി കേമി, നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം മോളെ നിന്റെ അടവൊക്കെ. ഞാനോ? ഞാൻ എന്തിനാ കള്ളം പറഞ്ഞ് നിങ്ങളെ പുറത്താക്കുന്നത്? എനിക്ക് അല്ലാതെ ജയിക്കാൻ അറിയാം. നിങ്ങൾ ആദ്യം അതൊന്ന് തിന്നറക്ക്, വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക്. എടാ, നീയല്ലേ ഇത് കൊണ്ടുവന്നത്, എന്നിട്ട് നീ തന്നെ ചോദിക്കുന്നോ? ആ സമയം മുത്തശ്ശി മാവിന്റെ അടുത്തേക്ക് ഒരു വേടൻ വരുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതൊരു നല്ല സ്ഥലം തന്നെ. ഇവിടെ എന്തായാലും പക്ഷികളുണ്ടാവും. അതൊരു അപൂർവ ഇനം പക്ഷി തന്നെ, സംശയമില്ല. ഇത് തന്നെ തക്കം. പക്ഷികൾ ഇപ്പോഴാ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. ഹായ്, കിട്ടിപ്പോയി കിട്ടിപ്പോയി. അയ്യോ നോക്കിക്കേ, ദേണ്ടൊരു വേടൻ. അയ്യോ അയ്യോ, ഓടിക്കോ. പാവം, അതിന്റെ കുഞ്ഞുങ്ങൾ ഈ മരത്തിലുണ്ടല്ലോ. ഇനി അതിനെ ആര് നോക്കും? കിളിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇനി ആ പക്ഷി കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ആ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാം. അതേ ദേവു, നമ്മൾ ഇതിനെ നോക്കും, നമുക്ക് വളർത്താം. അങ്ങനെ ദേവൂട്ടിയും കൂട്ടുകാരും കൂടി കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തീരുമാനിച്ചു. കുട്ടികൾ ഓരോ ദിവസവും അവയ്ക്ക് തീറ്റ കൊടുത്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിളിക്കുഞ്ഞുങ്ങളെല്ലാം പറക്കുവാൻ പാകമെത്തി. നിങ്ങൾ ദൂരേക്ക് പറന്നു പൊയ്ക്കോ. ഇവിടെ നിന്നാൽ നിങ്ങളെയും ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ദൂരെ ഒരു വലിയ കാടുണ്ട്, അവിടെ നിങ്ങൾക്ക് നിറയെ കൂട്ടുകാരെ കിട്ടും. അങ്ങോട്ട് പൊക്കിയോട്ടോ. പക്ഷിക്കുഞ്ഞുങ്ങൾ അവരുടെ ചിറകുകൾ വിടർത്തി ദൂരേക്ക് പറന്നു പോകുന്നത് ദേവൂട്ടിയും കൂട്ടുകാരും നോക്കി നിന്നു. ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്. അവൻ പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ. ഒരെണ്ണം കിട്ടിയാൽ തിന്നാമായിരുന്നു. ആ, ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം. തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന്
നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. ചിന്നു, സൂക്ഷിച്ച് അവന്റെ മാന്തല് കിട്ടാതെ നോക്കണേ. ആ അമ്മേ. അങ്ങനെ. ഹായ്, കൊള്ളാലോ, നല്ല കളി. ഒന്ന് പോയി നോക്കിയാലോ, എന്നെയും കൂട്ടുമായിരിക്കും. അവരുടെ രസകരമായ കളിയും തന്റെ വിശപ്പും കാരണം നായ്ക്കുട്ടി ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് മാലാട്ടിക്കൊണ്ട് ചെന്നു. ഇവനാരാ? മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വരാവോ? പണി പാളി. ഇനി എന്റെ കാര്യം ഗോവിന്ദ. നിന്നോട് ആരാ കണ്ട ചാവാലിപ്പട്ടിയൊക്കെ തൊടാൻ പറഞ്ഞത്? നല്ല തല്ല് വെച്ചേരും ചിന്നു. ഇങ്ങ് വന്നേ, കൈ കഴുകി തരാം. ചിന്നുവിന് സങ്കടമായി. രക്ഷപ്പെട്ടു. പാവം നായ്ക്കുട്ടി ഗേറ്റിന് പുറത്തു ചെന്ന് വീട് നോക്കിയിരിപ്പായി. അയ്യേ കഷ്ടം. നീ എന്തൊരു മണ്ടനാടാ. ക്ഷണിക്കാത്ത സ്ഥലത്ത് ആരേലും വലിഞ്ഞു കയറി വരോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്നോടും കുറച്ച് കരുണയൊക്കെ കാണിച്ചൂടെ അവർക്ക്? അതിന് നിന്നെ കാണാൻ ഒരു വൃത്തിയില്ലല്ലോ. എന്നെ നോക്ക്, ഞാൻ എത്ര വെളുത്തിട്ടാ. കാണാൻ എന്തൊരു മെനേ എനിക്ക്. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നായ്ക്കുട്ടിയെ കളിയാക്കിയ ശേഷം അഹംഭാവത്തോടെ പൂച്ചക്കുട്ടി വീടിനകത്തേക്ക് പോയി. ചിന്നുവിനെ കണ്ട നായ്ക്കുട്ടി സ്നേഹത്തോടെ മാലാട്ടി എഴുന്നേറ്റ് നിന്നു. അത് കണ്ട ചിന്നുവിന് എന്തെന്നില്ലാത്ത സന്തോഷവും. നായ്ക്കുട്ടാ വാ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതെല്ലാം ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്ന പൂച്ചക്കുട്ടി ചിന്നുവിന്റെ പിന്നാലെ കൂടി. ചേടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ. എന്നോടല്ലേ പറഞ്ഞ സ്ഥലം വിടാൻ? നീ ഇതുവരെ പോയില്ലല്ലേ? ഇവിടത്തെ കുട്ടിക്ക് എന്നോട് സ്നേഹമുള്ളതായി തോന്നി. നോക്കിക്കോ, ഞാനിപ്പോ കാണിച്ചു തരാം. നീ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ. ചിന്നു, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വല്ല അസുഖം വരുത്തി വെക്കും. അങ്ങനെ തന്നെ വേണം. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തോ നാടേ, നിന്റെ തലയിൽ കളിമണ്ണാണോ? അടി കെട്ടണ്ടല്ലോ, ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. നായ്ക്കുട്ടി വേറെ മാർഗമില്ലാതെ വിഷമിച്ചു അവിടെ നിന്ന് പോയി. ഇത് കണ്ട പൂച്ചയ്ക്ക് സന്തോഷമായി. അമ്മേ, ഞാൻ ഷാരിയുടെയും ലല്ലുവിന്റെയും കൂടെ കളിക്കാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, പക്ഷെ സന്ധ്യക്ക് മുമ്പ് തിരിച്ചു വരണം കേട്ടോ. ആ അമ്മേ, വേഗം വരാം. ഞാനെണ്ണ, നിങ്ങൾ വിളിച്ചോ. 1 2 3 4 5 6 7 8 9 10. അയ്യോ അയ്യോ, ആ അമ്മേ, അയ്യോ അയ്യോ ചിന്നു.
അയ്യോ ചിന്നു, എനിക്ക് പേടിയാവുന്നു. കുഴിയിൽ നിന്നും കയറാൻ കഴിയാതെ ചിന്നു കരയാൻ തുടങ്ങി. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാം. ഓടിക്കോ. അമ്മേ. അങ്ങനെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. അയ്യോ, ഇവനെന്തായി കാണിക്കുന്നത്? വിശപ്പ് തലക്ക് പിടിച്ച് ഇവന് വട്ടായോ? എന്താ ഇത്? എന്താടാ, എന്തു പറ്റി നിനക്ക്? എന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ ചിന്നുവിന്റെ അമ്മ പറകെ പോയില്ല. എന്തായാലും കൂടെ പോകുന്നതാണ് ബുദ്ധി. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ. മോള് കരയണ്ട കേട്ടോ. എന്താ, പേടിച്ചോ? സാരമില്ല, അമ്മ എത്തിയില്ലേ, കരയണ്ട. പോട്ടെ പോട്ടെ കേട്ടോ. നീയാണ് എന്റെ മോളെ രക്ഷിച്ചത്. നീ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാ മതി. പൊന്നു മുതൽ ഇവനും വീട്ടിലുണ്ടാകും. നേരത്തെ അവനെ പരിഹസിക്കണ്ടായിരുന്നു. ഷേ, ആകെ ചമ്മലായല്ലോ. ചിന്നുവും അമ്മയും നായ്ക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരാ, ഞാൻ നേരത്തെ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. വിവരദോഷികൾ പറയുന്നതും കാണിക്കുന്നതും ഞാൻ കണക്കിലെടുക്കാറില്ല. ഹായ് അച്ഛാ, ഇങ്ങ് തന്നെ നോക്കട്ടെ. മാളുട്ടിക്ക് ഇത് ഇഷ്ടമായോ? ഹൈ, ഇത് കൊള്ളില്ല. ഇതിനൊരു ഭംഗിയുമില്ല. ഹായ്, കരടി ബൊമ്മ, ചക്കര ബൊമ്മ. നീ ഇവിടെ ഇരിക്ക്. അയ്യോ, എന്നെ ഇവിടെ ഇരുത്തിയാൽ എങ്ങനെയാ? ഞാനും പോയി കളിക്കട്ടെ. പാവം നമ്മുടെ കുറുക്കൻ ബൊമ്മ വളരെ സങ്കടത്തിൽ കണ്ണാടിക്കൂട്ടിലിരുന്നു. എന്റെ ചക്കര കരടിക്കുട്ടനല്ലേ, ഈ പൊട്ടുകൂടി ഇട്ടാ നീ കൂടുതൽ സുന്ദരനാകും. ഇതെല്ലാം കണ്ണാടിക്കൂട്ടിലിരുന്നു കൊണ്ട് കുറുക്കൻ ബൊമ്മ കാണുന്നുണ്ടായിരുന്നു. ഇവരെന്താ എന്നെ കാണുന്നില്ലേ? ഇവിടെ ഇരിക്കണേ, ഞാൻ ഓടി വരാമേ. അല്ല, ഇതാര്? നമ്മുടെ കുറുക്കൻകുട്ടനോ? എന്തിനാ കുറുക്കൻകുട്ട ഇങ്ങനെ നോക്കി നിക്കണേ? നിനക്ക് വിഷമമുണ്ടോ? ഉണ്ട്. നന്നായി, നിന്നെ ആർക്കും വേണ്ടല്ലോ. ഇതൊക്കെ ആദ്യത്തെ ആവേശമാണ് കരടി ചേട്ടാ. നീ ഇവിടെ ഇരിക്കണേ ഇത്തിരി നേരം. ഞങ്ങളൊരു യാത്ര പോയിട്ട് വരാമേ. വരുമ്പോ എന്റെ ചക്കര പാവയ്ക്ക് മിഠായി കൊണ്ട് തരാമേ. ഈ കുട്ടിക്ക് എന്നെ കൂടെ ഒന്ന് നോക്കിക്കൂടെ? നിന്നെ നോക്കാൻ നീ ആര്? സിനിമാ നടനോ? കളിയാക്കിയതാണ്. അതെ,
എന്നാ എനിക്ക് സങ്കടമായി. നീ എന്നെ കളിയാക്കുകയാണോ? ഞാനും അല്ലേ അല്ല. എടാ, നിന്നെ ഈ ഷെൽഫിൽ നിന്ന് ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ പൊടി കയറി ഇരിക്കാനാ നിന്റെ വിധി. കരടിച്ചേട്ടാ, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ പ്രതീക്ഷ ഉണ്ട്. കഷ്ടം തന്നെ. നിന്നോട് ഞാൻ മിണ്ടുന്നത് തന്നെ വലിയ കാര്യമായി കരുതിക്കോ. നിന്നെ പോലെ എന്നും ഇവിടെ ഇരിക്കുന്ന ആളല്ല ഞാൻ. കരടിച്ചേട്ടാ, നമ്മൾ പാവകളാണ്. തമ്മിലിങ്ങനെ കുറ്റം പറയുന്നതും ഒറ്റപ്പെടുത്തുന്നതൊന്നും നല്ലതല്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങോട്ട് നീങ്ങിയിരിക്കെ. പൊടി എനിക്ക് അലർജിയാണ്, തുമ്മലുണ്ടാവും. അടുത്ത ദിവസം രാവിലെ മാളൂട്ടിയും കൂട്ടുകാരും പാവകളുടെ അടുത്തേക്കെത്തി. ഡൈ, നോക്ക്, അവർ രാവിലെ തന്നെ എന്നെ എടുക്കാനായി വരുന്നത് കണ്ടോ? എന്നെയും ഒരു നാൾ ആളുകൾ ഇഷ്ടപ്പെടും. ലോകം അവസാനിച്ചിട്ടാകും. ഹായ്, നല്ല പാവ. എന്നെയാണ് അവർ പുകഴ്ത്തുന്നത്. പൊടി പിടിച്ചിരിക്കുന്ന നിന്നെ അവർ നോക്കുക പോലുമില്ല. കരടിച്ചേട്ടാ, എല്ലാവർക്കും നല്ല കാലവും ചീത്ത കാലവും വരും. ഇങ്ങനെ പരിഹസിക്കാതെ. ആദ്യം നീ ചേട്ടാ എന്നുള്ള വിളി നിർത്തിക്കോ. ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല. എന്ത് നല്ല നിറമാണ് ഈ കുറുക്കന്, നല്ല ഭംഗിയുണ്ടല്ലേ. അതെ അതെ, നല്ല ഭംഗിയുള്ള കുഞ്ഞിക്കുറുക്കൻ. അപ്പൊ ആയിരിക്കുന്ന കരടിക്കുട്ടനെ കൊള്ളില്ലേ? എനിക്ക് കുറുക്കനെയാ ഇഷ്ടമായത്. എനിക്ക് തരുമോ ഈ കുറുക്കനെ? അയ്യോ, എനിക്ക് കുറുക്കനെയാ ഇഷ്ടം. ഇതെന്റെ ചക്കരയാ. ഒരുപാട് നേരം കുട്ടികൾ കുറുക്കൻ പാവയുമായി കളിച്ചതിന് ശേഷം പാവയെ വീണ്ടും ഷെൽഫിലേക്ക് തിരികെ വെച്ചു. എന്റെ ചക്കര കുറുക്കൻ കുട്ടൻ ഇവിടെ ഇരുന്നു, ഞാൻ ഓടി വരാമേ. ചേട്ടാ എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും നല്ല സമയം ചീത്ത സമയം വരുമെന്ന്. എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരം കിട്ടും. എന്റെ കരടിച്ചേട്ടാ, നിങ്ങൾ അടിപൊളിയല്ലേ. ഇന്ന് എന്നെയാണ് അവിടെ എടുത്തത്, നാളെ ചേട്ടനെ, അതിന്റെ അടുത്ത ദിവസം പുതിയ പാവകൾ വരും. അങ്ങനെ മൂളാതെ എന്തെങ്കിലും പറ, നമുക്കൊരുമിച്ച് സന്തോഷമായി പോവാം. ആ, ശരിയാ. അന്നു മുതൽ കരടി ബൊമ്മയും കുറുക്കൻ ബൊമ്മയും വളരെ സ്നേഹത്തിൽ കണ്ണാടിക്കൂട്ടിൽ ഒരുമിച്ച് താമസം തുടങ്ങി. മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ്. കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടുപേരുടെയും ഇഷ്ടവിനോദമാണ്. മനു, അതാ അത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അമ്പൽക്കുളം. വിക്കി, നീ ആള് കൊള്ളാലോ. ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതോ, മുമ്പൊരു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ ഇതുവഴി പോയിരുന്നു. അന്നേ ഞാൻ നോക്കി വെച്ചതാ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത്ര മീനുകൾ, ഓ എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. പല നിറത്തിലുള്ള മീനുകൾ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി കളിക്കുന്നു. നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അതെ അതെ, നമുക്ക് നാളെ ഇവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം. കൂടെ ഒരു ചൂണ്ടയും. ചൂണ്ടയോ? അതെന്തിനാ? ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ മീനുകൾ അത് കൊത്തും. ആ സമയത്ത് ചൂണ്ട വലിച്ച് മീനെ പിടിക്കാം. അയ്യോ വിക്കി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും. മനു, ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് നമുക്കെന്ത് കാര്യം? ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതൊന്നും വേണ്ട വിക്കി. നീ പേടിക്കാതിരി. ഒരു കാര്യം ചെയ്യാം, ചൂണ്ടൊന്നും വേണ്ട. മീൻ പിടിക്കാനേ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം. വേണ്ട വേണ്ട,
നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. ഞാൻ എന്തായാലും നാളെ വലയും കൊണ്ടുവന്ന് മീനിനെ പിടിക്കും. നീ ഇവിടെ ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് ആസ്വദിച്ചോ. അപ്പൊ അതാണ് യവന്മാരുടെ മനസ്സിലിരിപ്പ്. പാവം മീനുകൾ ഇതൊന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു. എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം. തവളച്ചേട്ടാ, എന്താ മുഖത്തൊരു ഗൗരവം? വാ, നമുക്ക് കളിക്കാം. നിങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ? ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെന്താ പറഞ്ഞത് തവളച്ചേട്ടാ? നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകുമെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോകും? തവളച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഓ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറിയ ജീവികൾ, അവർ മനുഷ്യരാണ്. നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി. എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്താ തവളച്ചേട്ടാ, എന്താണ് ആ വഴി? നമ്മൾ രക്ഷപ്പെടുമോ? തൊട്ടപ്പുറത്ത് ഒരു കാലൻ ഞണ്ടുണ്ട്. ആളിത്തിരി ദേഷ്യക്കാരനാണ്. പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം. എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലൻ ഞണ്ടിനെ അന്വേഷിച്ചു പോയി. അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലൻ ഞണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. തവള പതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി. എന്താടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു സഹായം വേണം. ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല. നീ പോയി പിന്നെ വാ. ഇത്രയും ശക്തനായ കാലൻ ഞണ്ട് ഇവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്കൊരു ഉപകാരവുമില്ലല്ലോ. നീ എന്നെ അധിക്ഷേപിക്കുന്നു. കാര്യം പറ. അപ്പുറത്തെ ആമ്പൽ കുളത്തില് ആ പാവം മീനുകൾക്ക് എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ? ഇന്ന് 2 കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽ കുളത്തിൽ ഒരു മീൻ പോലും ബാക്കിയുണ്ടാവില്ല. നാളെ അവർ വലയുമായി വരും. സംഗതി കുറച്ച് കടുപ്പമാണ്. അപ്പോ എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്. ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ. ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്കൊരു പണി കൊടുക്കാം. മനു, നീ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്കിടും. നീ അതെല്ലാം പറക്കിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടണം. ഒന്നുപോലും തിരിച്ച് വെള്ളത്തിലേക്ക് പോകരുതേ. ശരി, അത് ഞാൻ ഏറ്റു. ഇന്ന് നമ്മൾ കലക്കും. ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും. നിന്റെ അച്ഛൻ പുതിയ ഫിഷ് ടാങ്ക് വാങ്ങാനായി ഓടും. കുറെ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ. നമ്മുടെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. ഓ, അവന്മാരിങ്ങെത്തിയല്ലോ. ഞാനൊരു പണി ഒപ്പിക്കാം. നീ ഇവിടെ ഇരിക്കും. അയ്യോ, ഞണ്ട് 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 വിക്കി, ഓടിക്കോ. പേടിക്കണ്ട മനു, ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം. അങ്ങനെ മീനുകൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തവളച്ചേട്ടന്റെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു. അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചുപോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല.